അനന്തപുരി ഭക്തി സാന്ദ്രം ഭക്തലക്ഷങ്ങൾ പ്രാർത്ഥനാപൂർവം കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി നാട് ഒരുങ്ങിയിരിക്കുന്നു. നാളെ അനന്തപുരി യാഗശാലയായി മാറും. 8ാം ഉത്സവ ദിവസമായ ഇന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ ആറ്റുകാലിൽ നിന്നും രജിത് കുമാർ നൽകും. രജിത്ത്, സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ എന്നത്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് വലിയ ഭക്തജന തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ഒഴുക്കാണ് കാണാൻ കഴിയുന്നത്. നാളെ അനന്തപുരി യാഗശാലയായി മാറുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും പൂർത്തിയല്ലേ? ആറ്റുകാലിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. നാളെയാണ് പൊങ്കാല സമർപ്പണം. അതിന് ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെ ക്ഷേത്രത്തിലേക്കുണ്ട്. ദർശനം നടത്തുന്നതിനായാണ് എല്ലാവരും തന്നെ ഇന്ന് തന്നെ ദർശനം നടത്തി നാളെ പൊങ്കാല സമർപ്പിച്ച് മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ചന്ദ്രഗ്രഹണമാണ് ഏറ്റവും പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ നാളെ 3 മണി മുതൽ 3:10 മുതൽ വൈകിട്ട് 7 മണി വരെ നട അടഞ്ഞു തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ദർശനം നടത്തി നാളെ ആളുകൾക്ക് നാളെ പൊങ്കാല സമർപ്പണം നടത്തി പോകാനാണ് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എത്തുന്ന ഭക്തരുടെ ഒരു തിരക്ക് വളരെ കൂടുതലായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളിലും ഈ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. പൊങ്കാല അടുപ്പുകളും നിറഞ്ഞിരിക്കുന്നു. ക്ഷേത്രത്തിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ദീപാലങ്കൃതമായ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ട്രസ്റ്റിൽ നിന്ന് തന്നെ ചെയ്തു നൽകുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അന്നദാനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ ശുദ്ധ പുണ്യാഹത്തോടെ 9:15 നടക്കുന്ന ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പിന്നീട് പൊങ്കാലയ്ക്കുള്ള അടുപ്പ് വെട്ട് നടക്കും. അതിനുശേഷം 2:15 കൂടിയാണ് പൊങ്കാല നിവേദ്യം ഉണ്ടാവുക, പൊങ്കാല തളിക്കൽ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും അല്ലെങ്കിൽ പൊങ്കാല സമർപ്പിച്ച് മടങ്ങുക. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി പൊങ്കാലയ്ക്കായുള്ള ഒരു കാത്തിരിപ്പാണ്. അത് നാളെ 9:15 കൂടി ചടങ്ങുകൾക്ക് തുടക്കമാവുകയും